ഓക്കെ, നമ്മൾ പാവയ്ക്ക മസാല ഒക്കെ ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. കണ്ടില്ലേ, ഇത്ര ടേസ്റ്റായി കഴിക്കാനായിട്ട്, അടിപൊളി ടേസ്റ്റ്. ഇനി കയ്പ്പൊന്നും അറിയത്തില്ല. എത്ര കയ്പ്പുള്ള പാവയ്ക്കാണെങ്കിലും ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ കയ്പേ വരത്തില്ല. നല്ല ടേസ്റ്റായിട്ട് അപ്പോൾ ഊണ് കഴിക്കാം. ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു പാവയ്ക്ക കറി ഉണ്ടാക്കാൻ പോവാണേ. ഏകദേശം ഒരു ഇതുപോലത്തെ പാവയ്ക്ക പച്ചയായാലും ഈ കളറായാലും ഒന്നും കുഴപ്പമില്ല, ഏത് പാവയ്ക്കായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലത്തെ 2 പാവയ്ക്ക ഞാൻ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 350 ഗ്രാം 400 ഗ്രാമിനടുത്തുണ്ടേ. അപ്പം നമുക്കിത് കറി വെക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി ഇങ്ങോട്ട് വെക്കാം. ഇതിനകത്ത് ഈ പാവയ്ക്ക ഇടാം. അത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമ്മൾ കണ്ടിക്കുന്നതിന് മുമ്പ്, കഷ്ണമാക്കുന്നതിന് മുമ്പേ അരിഞ്ഞ് വെച്ച് കഴുകിയിട്ട് കഷ്ണമാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. മതിയേ. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിടാം. കുറച്ച് വെള്ളം, ഇതൊന്ന് വെന്ത് കിട്ടണേ. ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തോളം എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എന്ത് കുഴഞ്ഞൊന്നും പോകണ്ട. ഒന്ന് ഗ്യാസ് ഓണാക്കട്ടെ. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒരു തീ അതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചിട്ട് മീഡിയത്തിൽ വെക്കാം. മീഡിയത്തിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് വേവിച്ചാൽ മതിയേ. അപ്പോൾ ഇത് വെന്ത് കിട്ടട്ടെ. നമ്മുടെ പാവയ്ക്കാൻ നോക്കേ, ഒരു 5 മിനിറ്റോളം ആയി. പാവയ്ക്കൊക്കെ നല്ല വെന്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഗ്യാസ് ഓഫാക്കിയിട്ടില്ല. ഒരു കടായി ഇങ്ങോട്ട് വെക്കാം. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നോക്കി, എണ്ണയൊന്ന് ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുത്ത്. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ നന്നായിട്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടട്ടെ. ഓക്കെ, നമ്മുടെ കടുകൊക്കെ നല്ല പൊട്ടി. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്ത് ഇതിലോട്ട് ഒരു ഇടത്തരം ഒരു കഷ്ണം ഇഞ്ചി, ഒരു ടീസ്പൂൺ ഇഞ്ചിയോളം കുത്തിയരിഞ്ഞതുണ്ട്, അതിട്ട് കൊടുത്ത്. പിന്നെ ഒരു 8 അല്ലി, വലിയ 8 അല്ലി വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞതേ, അത് ഇട്ട് കൊടുത്ത്. ഇതിനകത്തൊരു 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതേ, അത് ഇട്ട് കൊടുത്ത്. ഇനി ഇതിലോട്ട് ഒരു 2-3 തണ്ട് കറിവേപ്പില, അത് ഇട്ട് കൊടുത്ത്. അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തേ. മീഡിയത്തിലാണ് തീ വെച്ചേക്കുന്നത്. ഒന്ന് വഴന്ന് കിട്ടട്ടെ. മതിയേ. ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കിയാൽ മതി. ഇനി ഇതിനകത്ത് ഒരു 25ഓളം ചെറിയ ഉള്ളിയുണ്ട്, അത് 2ആയിട്ട് മുറിച്ചിട്ടത്. കുഞ്ഞുള്ളി, സാമ്പാർ ഉള്ളിയില്ലേ, അത്. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ പാവയ്ക്കൊക്കെ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഇനി ഇതിനകത്ത് നമ്മുടെ കുഞ്ഞുള്ളി അല്ലെങ്കിൽ സവാള, ഇടത്തരം 2 സവാള ഇതുപോലെ അരിഞ്ഞിട്ടാൽ മതി. നമ്മുടെ ഒരു 1-1.5 മിനിറ്റ് ഒന്ന് ഇതിനിട്ട് വഴറ്റിയാൽ മതി. മീഡിയത്തിനും സിമ്മിനും ഇടയിലിട്ട് ഫ്ലെയിം വെച്ചിട്ട് ചെയ്യണേ. എന്നിട്ട് ഇതിനകത്ത് ഇടത്തരം 2 തക്കാളി, അത് ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് നല്ല സോഫ്റ്റായിട്ട് വരണേ. ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒന്ന് സോഫ്റ്റായി കിട്ടട്ടെ.
തക്കാളി പാവയ്ക്കാൻ നോക്കാം. തക്കാളിയും ഉള്ളിയും ഒക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ നല്ല വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ നല്ല വഴന്നേ. ഇനി ഇതിലോട്ട് ഇത് അവരവരുടെ പുളിക്കനുസരിച്ച് ഇട്ട് കൊടുക്കേ. അപ്പം ഞാൻ പുളിയുടെ പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഞാനൊരു 1.5 ടീസ്പൂൺ പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ശക്കലം ഒരു 1/2 ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ച് വെച്ചിട്ടുണ്ടേ. ഇനി ഇത് കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കരയാണേ. അതിന് വേണ്ടിയിട്ട് 1 കഷ്ണം ശർക്കര ഇതുപോലെ അതിട്ട് കൊടുത്ത് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കവർ ചെയ്തെടുത്തൊരു സിമ്മിൽ ഫ്ലെയിം വെച്ചിട്ട് ഇതൊന്ന് ശർക്കരയൊക്കെ ഒന്ന് ഈ ഉള്ളിയൊക്കെ ഒന്ന് നല്ല എല്ലാമായിട്ടൊന്ന് മിക്സ് ആവട്ടെ. തീ സിമ്മിൽ വെച്ചേക്കാണ്. ഒരു 1-1.5-2 മിനിറ്റ് കിടക്കട്ടെ. പാവയ്ക്കയുടെ മസാല കൂട്ട് നോക്കിയാലോ. നല്ല മണം. ശർക്കരയൊക്കെ നല്ല ഉരുകിക്കഴിഞ്ഞ് ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന പാവയ്ക്കയില്ലേ, അതിങ്ങോട്ട് ഇട്ട് കൊടുക്കേ. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ പാവയ്ക്ക മസാല പെരട്ട് എന്ത് ടേസ്റ്റാണെന്നറിയാമോ ഇത്. ഇതിനകത്ത് കുറച്ച് ഫ്രഷ് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കേ. എണ്ണവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ ഇട്ട് കൊടുത്താൽ അത്ര നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നല്ല ബെസ്റ്റ് ഒരു പാവയ്ക്കാപ്പരട്ട്. ഓക്കെ, നല്ല ടേസ്റ്റ്. ഇത് മാത്രം മതി സത്യം പറയാൻ ചോറുന്ന. തൈരും ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, നല്ലൊരു പെരട്ടാണിത്. അപ്പോൾ ഇത് ചോറിലൊക്കെ ഇട്ട് കഴിക്കാനായിട്ട് എൻ്റെ അമ്മ ചോറിനായാലും ചപ്പാത്തിക്കായാലും ഒക്കെ നല്ലതാണ്. ഓക്കെ, ടേസ്റ്റായിട്ട് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. ഓക്കെ, നമ്മൾ പാവയ്ക്ക മസാല പെരട്ട് ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. കണ്ടില്ലേ, എത്ര ടേസ്റ്റായി കഴിക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റ്. പിന്നെ കയ്പ്പൊന്നും അറിയത്തില്ല. എത്ര കയ്പ്പുള്ള പാവയ്ക്കാണെങ്കിലും ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ കയ്പേ വരത്തില്ല. നല്ല ടേസ്റ്റായിട്ട് അപ്പോൾ ഊണ് കഴിക്കാം. ഓക്കെ.